ഗൈസ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നാം ബംഗളൂരിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഈ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും വന്നിരിക്കുന്ന സ്ഥലങ്ങൾ തന്നെ. കാരണം ലാൽബാഗ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പച്ചപ്പും ശാന്തതയും പ്രകൃതി മാധുര്യം നിറഞ്ഞൊരു ലോകം തന്നെയാണ് ഗൈസ്. നമ്മളങ്ങോട്ട് എത്തിപ്പെട്ടത് ഗൂഗിൾ മാപ്പ് വഴിയാണ്. ആദ്യം മെട്രോയിൽ ഇറങ്ങി, പിന്നെ ഗൂഗിൾ മാപ്പ് വിട്ടു, പിന്നെ ഇത് നടന്നു തുടങ്ങി. ആൾക്കാരുടെ പുറകെയാണ് നമ്മൾ പോയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് ചരിത്രം നോക്കിയേക്കല്ലേ. ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ചരിത്രം നോക്കിയാൽ ലാൽബാഗ് ആദ്യം സ്ഥാപിച്ചത് മൈസൂരുവിൻ്റെ രാജാവായ ഹൈദരലിയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ ടിപ്പു സുൽത്താൻ അത് ഭയങ്കരമായിട്ട് വികസിപ്പിച്ചെടുത്തു. അതിനുശേഷം ബ്രിട്ടീഷുകാർ വന്നിട്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ നിരവധി വിദേശ സസ്യങ്ങൾ കൊണ്ടുവന്ന് അവരിവിടെ നട്ടു. അതുകൊണ്ടാണ് ഇവിടെ ഇന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സസ്യങ്ങൾ കാണാൻ കഴിയുന്നത്. കൂടാതെ ലാൽബാഗ് സസ്യങ്ങളുടെ സ്വർഗമെന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഏകദേശം 240 ഏക്കർ പ്രദേശത്ത് 1800 കൂടുതൽ വ്യത്യസ്തമായ സസ്യങ്ങൾ ഇവിടെ ഉണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത്. 1800 കൂടുതൽ സസ്യങ്ങൾ ഉള്ള ഈ ഒരു പാർക്കിലോട്ട് നിങ്ങൾ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വരണം. നമ്മളിപ്പോൾ ഗാർഡൻ്റെ മറ്റൊരു സൈഡിലോട്ട് പോവുകയാണ്, ലാൽബാഗ് ലേക്കിൻ്റെ സൈഡിലോട്ട്. നിങ്ങൾ ഈ കാണുന്നതാണ് ലാൽബാഗ് ലേക്ക് വരിക. ഇതിന് ഏകദേശം 200 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. ടിപ്പു സുൽത്താനും ഹൈദരലിയും ഇത് നിർമ്മിച്ചത് പ്രധാനമായിട്ട് ഗാർഡൻ്റെ ജലസേചനത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ പിന്നീട് ബ്രിട്ടീഷുകാർ ഇതിനെ വളരെയധികം നന്നായി പരിപാലിച്ചു കേട്ടോ. അവരാണ് ഇതിനെ ഇന്ന് കാണുന്ന വിധം ഒരു അടിപൊളി ഒരു ലേക്കായിട്ട് മാറ്റിയത്. കൂടാതെ ഇതിന് ചുറ്റും ഒരുപാട് മരങ്ങളുണ്ട്. ഒരുപാട് മരത്താൽ ചുറ്റപ്പെട്ട ഒരു തടാകമാണ് ഈ കാണുന്ന ലാൽബാഗ്. അതുകൊണ്ട് തന്നെ വളരെ വലിപ്പമേറിയ ഈ തടാകത്തിന് ചുറ്റും നടക്കുമ്പോൾ നമ്മളൊരു ഫോറസ്റ്റിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്ന ഫീൽ നമുക്ക് തോന്നും. പക്ഷേ ഈ തടാകതീരത്ത് വളരെ വലിയൊരു നടപ്പാത തന്നെയുണ്ട്. രാവിലെ നടക്കാനോ ഓടാനോ ഇതുപോലുള്ള സ്ഥലം വേറെ കിട്ടത്തില്ല. സൂര്യോദയ സമയത്ത് ഇവിടെ നിന്ന് കാണുന്ന ദൃശ്യം അത്യന്തം മനോഹരമാണ്. പക്ഷെ ഞാൻ ചെന്ന സമയത്ത് സൂര്യോദയമൊന്നും ഇല്ലായിരുന്നു. അവിടെ കുറച്ച് മഴയൊക്കെ പെയ്ത് മാറിയ സമയത്തായതുകൊണ്ട് സൂര്യനെ തന്നെ കണ്ടില്ല. പിന്നെ നേരം വെളുത്തോണ്ട് പിന്നെ കുഴപ്പമില്ല. പക്ഷെ പക്ഷികളുടെ ഒരു വളരെ വ്യത്യസ്തമായ എക്സ്പീരിയൻസ്. പക്ഷികളാൽ ചുറ്റപ്പെടുന്ന സ്ഥലം തന്നെയാണ് ഈ ഒരു ലേക്കിൻ്റെ സൈഡ് എന്ന് പറയുന്നത്. കാരണം കുരുവികളും മയിലുകളും താറാവുകളും കോൽപക്ഷികളും എന്ന് വേണ്ട പക്ഷിപ്രേമികൾക്ക് ഇവിടെ ഒരു സ്വർഗം തന്നെയാണ്. പിന്നെ പട്ടിപ്രേമികൾക്കൊരു സ്വർഗം തന്നെയാണ്. ഇഷ്ടം പോലെ പട്ടികളെ കാണാട്ടോ. പിന്നെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന തടാകത്തിനരികെ ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. അവ വളരെയധികം പഴക്കമേറിയതാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വൃക്ഷങ്ങളുമുണ്ട്. അതുകൂടാതെ മനസ്സിനെ ശാന്തമാക്കും. സത്യം പറഞ്ഞാൽ ഈ ഇലകളിലേക്ക് സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ പക്ഷികളും അവിടെ സൗണ്ട് സത്യം പറഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ നമ്മുടെ മനസ്സിനെ കുറച്ചുകൂടെ പോസിറ്റീവാക്കി നിർത്തും. പക്ഷേ വെള്ളത്തിന് ഈ തിളക്കവും പക്ഷികളുടെ ഈ ശബ്ദവും ഇതെല്ലാം ചേർന്നൊരു മാനസികമായിട്ട് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഈ പറയുന്ന ലാൽബാഗ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഫോട്ടോഗ്രാഫർക്ക് ട്രാവലേഴ്സിനും ഇവിടുത്തെ ഈ തടാകവും ഈ തടാകത്തിൻ്റെ ഈ ഏരിയയും വളരെയധികം ഒരു എക്സ്പീരിയൻസ് എടുക്കാം. ഒരുപാട് പക്ഷികളുടെ ഫോട്ടോ എടുക്കാം. അതുകൂടാതെ നേച്ചറിൻ്റെ നല്ല അടിപൊളി പിക്ചർ എടുക്കാം. ഫോട്ടോകൾക്ക് വളരെയധികം നല്ല അടിപൊളി ഫോട്ടോസ് ഇവിടെ കിട്ടും ഗൈസ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് ടൂറിസ്റ്റുകൾ വരുന്നത് ഫോട്ടോസ് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെയാണ്. കാരണം സ്വസ്ഥമായിട്ട് നഗരത്തിൻ്റെ ആ തിരക്കിൽ നിന്ന് ഇവിടെ വന്ന് ഫോട്ടോയും കാര്യങ്ങളും എടുക്കാം. അത് ഇവിടുത്തെ ഒരു മനോഹരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. കുറച്ച് ഏരിയകൾ നമ്മൾ പോയി, ഇതൊക്കെ പൂട്ടി ഇവിടുന്ന് നമ്മളെ എൻട്രി ഇല്ല നമുക്കൊന്നും. പക്ഷേ അറിയില്ല, കുറച്ച് കഴിയുമ്പോൾ ഇത് ടൂറിസ്റ്റുകൾക്ക് ഓപ്പൺ ആകുന്ന സമയത്ത് ഇത് ഓപ്പൺ ആക്കുമെന്ന് അറിയില്ല. ഇപ്പം മോർണിംഗ് വരെ സമയത്ത് ഇതൊക്കെ പൂട്ടിയിട്ടേക്കണം. ഇതൊക്കെ പ്രൊഹിബിറ്റഡ് ഏരിയയിൽ നിന്നാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ബാക്കി നമുക്ക് ഇതിൻ്റെ കുറച്ച് ചരിത്രം കൊണ്ട് നമുക്ക് നോക്കിയേക്കാം. നഗരത്തിൻ്റെ വളരെ വലിയ തിരക്കിനിടയിൽ വളരെയധികം ശാന്തത നൽകുന്നൊരു സ്ഥലമാണ്. നമ്മൾ മെട്രോയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അവിടെ നഗരത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ഇവിടെ വന്നപ്പോൾ വ്യത്യസ്തമായിട്ടൊരു ലോകമാണ് ഇത് സത്യത്തിൽ. ഇവിടെ ഇതിനെ ചുറ്റും വലിയൊരു കെട്ടിടങ്ങളെന്ന് പറഞ്ഞാൽ വലിയൊരു നഗരമാണെന്ന് ഒരിക്കലും പറയത്തില്ല ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ. അതുകൂടാതെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടുത്തെ ഒരു ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഒരു നിർമ്മിതി ഇവിടെ ഉണ്ട്. അതിനെ പറയുന്ന പേര് ഗ്ലാസ് ഹൗസ് എന്നാണ്. ലണ്ടനിലെ ക്രിസ്റ്റൽ പാലസിൽ നിന്നാണ് ഇതിന് പ്രചോദനം ലഭിച്ചത്. എല്ലാ വർഷവും ഇവിടെ നടക്കുന്ന ഫ്ലവർ ഷോ വളരെയധികം പ്രശസ്തമാണ്. ഒരുപാട് ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. ആയിരക്കണക്കിന് പൂക്കളാൽ അലങ്കരിച്ച് ഈ ഗ്ലാസ് ഹൗസ് കാണാൻ ആ സമയത്ത് വളരെയധികം ബ്യൂട്ടിഫുള്ളാണ്. ലാൽബാഗിൻ്റെ കഥ തുടങ്ങുന്നത് ഏകദേശം 18-ാം നൂറ്റാണ്ടിലാണ്. മൈസൂരിൻ്റെ രാജാവായ ഹൈദർ അലി 1760ഓടെയാണ് ഈ ഗാർഡൻ ആരംഭിച്ചത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ ടിപ്പു സുൽത്താൻ അത് ഭയങ്കരമായിട്ട് വികസിപ്പിച്ചു.
വിദേശങ്ങളിൽ നിന്നുള്ള നിരവധി സസ്യങ്ങളും ഇവിടെ കൊണ്ടുവന്ന് നട്ടു കേട്ടോ. അവർ അതിനെ ലാൽബാഗ് എന്ന് അർത്ഥം വരുന്ന ചുവന്ന തോട്ടം എന്ന പേര് നൽകി. കാരണം ആദ്യം ഇവിടെ വളർത്തിയത് ചുവന്ന നിറമുള്ള റോസ പുഷ്പങ്ങളായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇതിനെ യൂറോപ്പ്, ആഫ്രിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സസ്യങ്ങൾ ചേർത്തു. അതുകൊണ്ടാണ് ഇന്ന് ലാൽബാഗ് ഒരു സസ്യജാല മ്യൂസിയം പോലെയാണ് നമുക്ക് തോന്നുക. പ്രധാന ആകർഷണം ഇവിടുത്തെ ഗ്ലാസ് ഹൗസാണ്. ലണ്ടനിലെ പ്രശസ്തമായ ക്രിസ്റ്റൽ പാലസാണ് ഇതിന് നിർമ്മിക്കാനുള്ള പ്രചോദനമായത്. 1890 നിർമ്മിച്ച ഈ ഗ്ലാസ് ഹൗസ് ഇന്ന് ലാൽബാഗിൻ്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. പ്രതിവർഷം ജനുവരി 26-നും ആഗസ്റ്റ് 15-നും നടക്കുന്ന ഫ്ലവർ ഷോകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം. ആയിരക്കണക്കിന് പൂക്കൾ കൊണ്ട് നിർമ്മിച്ച കലാസൃഷ്ടി കാണാൻ ആയിരക്കണക്കിന് ആൾക്കാർ എത്താറുമുണ്ട്. കൂടാതെ ഇവിടുത്തെ സസ്യ ലോകം എന്ന് പറയുന്നത് 240 ഏക്കർ പ്രദേശത്തായി വ്യാപിച്ചു കിടക്കുന്നതാണ്. ഇതിൽ ഉഷ്ണമേഖലാ മരങ്ങൾ, ഔഷധ സസ്യങ്ങൾ, കാക്ടസ്, ബോൺസായി വൃക്ഷങ്ങൾ തുടങ്ങിയ എല്ലാം ഇവിടെ ഉണ്ട്. കൂടാതെ ലാൽബാഗിൽ വെറും പച്ചപ്പും പൂക്കളും മാത്രമല്ല ഉള്ളത്, അതിനൊപ്പം ഒരു അത്ഭുതം കൂടിയുണ്ട്. അത് തന്നെയാണ് ഇവിടെ കാണുന്ന ഈ വലിയ പാറ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെനിസ്കുലർ ജീനിസ് റോക്ക് എന്നറിയപ്പെടുന്ന പുരാതന പാറ. ഇത് സാധാരണ പാറയല്ല, ഇതിന് ഏകദേശം 3000 കോടി വർഷം പഴക്കമുണ്ട്. അതായത് നമ്മുടെ ഭൂമി രൂപം കൊണ്ട കാലഘട്ടത്തോട് തന്നെ ഇതിന് വളരെയധികം ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയിലെ പ്രാചീന ഭൂഗർഭ സ്മാരകങ്ങളിലൊന്നായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാറയുടെ മുകളിൽ കയറിയാൽ മുഴുവൻ ലാൽബാഗും ബാംഗ്ലൂരിൻ്റെ ഭാഗങ്ങളും ഒരൊറ്റ കാഴ്ച കാണാൻ പറ്റും. സൂര്യാസ്തമയ സമയത്ത് മുകളിലിരുന്ന് കാണുന്ന ദൃശ്യം എന്ന് പറയുന്നത് അത്രയധികം മനോഹരമാണ് ഗൈസ്, അത്രയധികം മനോഹരം. നമ്മൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളീ പോകുമ്പോൾ ഈ കാണുന്ന പക്ഷികളും ഇലകൾ കണ്ടാണ് പോകുന്നത്. അതിൻ്റെ ഒരു ലോകം തന്നെയാണ്. നമ്മൾ പയ്യതിന് മുകളിലോട്ട് കയറുകയാണ്. അവിടെ നിന്ന് കാണുന്ന കാഴ്ചകൾ നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. മിക്ക ആൾക്കാർ ഇവിടെ വരുന്നത് ഫോട്ടോ എടുക്കാനും വ്ലോഗ് ഷൂട്ട് ചെയ്യാനും ഒക്കെയാണ്. അവർക്ക് വളരെയധികം ഒരു സ്വർഗം തന്നെയാണിത്. തണുത്ത കാറ്റൊക്കെ വീശുമ്പോൾ നഗരത്തിൻ്റെ ശബ്ദം അകന്നു പോകുമ്പോൾ തന്നെ ചെയ്യുക. ഈ കാണുന്നതാണ് അവിടെ നഗരം വരിക. തൊട്ടപ്പുറത്ത് ഇത്രയോ വലിയ സിറ്റിയാണുള്ളത്. എന്നാൽ ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ തണുത്തൊരു കാറ്റും ഒക്കെയാണ് ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ കേട്ടോ. അതുകൂടാതെ ഇവിടെ പ്രകൃതിയോടൊപ്പം കലയും ചിന്തയും ചേർന്ന ലോകമാണിത്. ഇവിടെ എത്തുന്നവർക്ക് ഗാർഡനിലുടനീളം കാണാൻ സാധിക്കുന്ന മനോഹരമായ ശില്പങ്ങളും ശിലാചിത്രങ്ങളും പ്രകൃതിയിൽ നിന്നുള്ള പ്രചോദനം നേടിയ ആർട്ട് വർക്കുകൾ തന്നെയാണ്. പൂക്കളാൽ നിർമ്മിച്ച ആർട്ട് വർക്കുകളും അതുകൂടാതെ പ്രതിവർഷം നടക്കുന്ന ഫ്ലവർ ഷോയുടെ സമയത്ത് ഗ്ലാസ് ഹൗസിനകത്ത് നിർമ്മിക്കുന്ന പൂക്കൾ കൊണ്ട് നിർമ്മിക്കുന്ന വൻ ആർട്ട് പീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ചരിത്ര വ്യക്തികളുടെ പല രൂപങ്ങളും ഇതിനകത്ത് അവർ ചെയ്തു വയ്ക്കുന്നുണ്ടോ. ശില്പകലയുടെ ഒരു വളരെ വലിയ അത്ഭുത ലോകം തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ ലാൽബാഗ് എന്ന് പറയുന്നത്. കൂടാതെ പലതരത്തിൽ പല രീതിയിൽ അലങ്കരിച്ച ചെടികൾ ഇവിടെ കാണാൻ പറ്റും ഗൈസ്. അത് മാത്രമല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട അട്രാക്ഷനുകളിൽ മറ്റൊന്നുള്ളത് ഇവിടുത്തെ ഫൗണ്ടനുകളാണ്. ലാൽബാഗ് കാണുന്ന സൗന്ദര്യത്തിൽ ഒരു പ്രത്യേക ഭംഗി കൂടുന്നതാണ് ഈ ഫൗണ്ടനുകൾ. പാർക്കിനകത്ത് ചെറുതും വലുതുമായ നിരവധി ഫൗണ്ടനുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഗൈസ്, അവസാനം എനിക്ക് പറയാനുള്ളത് ലാൽബാഗ് എന്നത് വെറും ഒരു ഗാർഡൻ ഒന്നുമല്ല, അത് ബംഗളൂരുവിൻ്റെ ആത്മാവാണ് സത്യത്തിൽ. ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രകൃതിയുടെയും മനുഷ്യ ശ്രമത്തിന് ഒരു വളരെ വലിയ അതുല്യമായ കൂട്ടായ്മയാണ്. പൂക്കളും വൃക്ഷങ്ങളും തടാകങ്ങളും പാറയും ഫൗണ്ടനും അതുകൂടാതെ അമ്പലങ്ങൾ ഇതെല്ലാം കൂടെ ചേർന്ന് ലാൽബാഗ് സത്യം പറയാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു ലളിതമായ സത്യമാണ്. പ്രകൃതിയോട് അടുത്ത് നിൽക്കുമ്പോഴാണ് സത്യത്തിൽ മനുഷ്യന് യഥാർത്ഥ ശാന്തത ലഭിക്കുന്നത്. മനുഷ്യന് ശാന്തത കിട്ടണമെങ്കിൽ സത്യം പറഞ്ഞാൽ പ്രകൃതിയോടൊപ്പം തന്നെ നിൽക്കണം. ഇവിടെയുള്ള ഓരോ വഴിയും ഓരോ പൂവും ഓരോ വെള്ളത്തുള്ളിയും നമ്മളോട് പറയുന്നത് ജീവിതം എത്ര തിരക്കായാലും നമുക്ക് പ്രകൃതിയോടൊന്ന് ഒപ്പം ജീവിക്കാൻ സാധിക്കുമെന്നാണ്. അതുകൊണ്ട് അടുത്ത ബാംഗ്ലൂരിൽ അടുത്ത ഒരു തവണ നിങ്ങൾ ബാംഗ്ലൂർ വരുമ്പോൾ തീർച്ചയായും നിങ്ങൾ ലാൽബാഗ് സന്ദർശിക്കാൻ മറക്കല്ല്. നമ്മളിനി അടുത്ത ലൊക്കേഷനോട്ട് പോവുകയാണ്.